എന്താണ്, ദൈവത്തിൻ്റെ സ്മരണ ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റെന്തൊക്കെ അവർ വാദിച്ചു കഴിഞ്ഞാലും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റും. എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ പീസ് എന്നുള്ള ലെവലിലേക്ക് അവർക്ക് ഒരിക്കലും എത്താനായിട്ട് സാധിക്കില്ല. അപ്പം ട്രഡീഷൻ നമുക്ക് വേണം. നമ്മുടെ പിന്നാലെ വന്നവരുടെ എന്താണ് ആ റൂട്ടുണ്ടല്ലോ, അത് വിട്ടിട്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. റൂട്ടില്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മരം ഉണ്ടാവുമോ? കുറച്ച് നേരം ചിലപ്പോൾ അത് നിൽക്കുകയായിരിക്കും, പക്ഷെ പിന്നെ അപ്പാടെ മറിഞ്ഞു പോകൂലേ. അപ്പം ഒരു മരത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ട്രഡീഷൻ ഉണ്ട്, അത് മുറുകെ പിടിച്ചിട്ട് മാത്രമേ നമുക്ക് അപ്ഡേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആ റൂട്ട് എന്ന് പറയുമ്പം അവിടെ നമ്മുടെ ഫാമിലിയും വരും. നമ്മുടെ റൂട്ടാണ് നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അവരെ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആക്കി പിടിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതിൻ്റെ ബാക്കിലേക്ക് ദൈവം ആരിലേക്കാണ് നോക്കുക? മാതാവിൻ്റെ സന്തോഷത്തിലാണ് ദൈവത്തിൻ്റെ സന്തോഷം ഉള്ളത് അല്ലേ. അവിടെ മാതാവ് ഇങ്ങനെ ഉള്ള മാതാവ് എന്നുള്ള കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല, സ്നേഹിച്ച മാതാവ് എന്നുള്ള കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, മാതാവ് എന്ന് മാത്രമാണ് പറഞ്ഞ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഡയലോഗ് അടിക്കും, എനിക്ക് അത്ര ഒന്നും സ്നേഹം തന്നിട്ടില്ലല്ലോ, എന്നെ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ലല്ലോ. പക്ഷെ ദൈവം അതൊന്നും പറഞ്ഞിട്ടില്ല. ക്രിയേറ്റർ പറഞ്ഞ എന്താ, നിങ്ങളുടെ ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്നാണ് പറഞ്ഞത്. അത് എല്ലാ ഉമ്മമാരുടെ കടിയിലുണ്ട്. അതെൻ്റെ ഉമ്മ മറ്റേ ഉമ്മ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ എത്രത്തോളം അവിടെ സെർവ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ അപ്ഡേഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ട്രഡീഷനെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ റൂട്ടിനെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പാടില്ല. അത് ചിലപ്പോൾ വിചാരിക്കും ഭയങ്കര ഗ്രോത്തൊക്കെ ഉണ്ട്, ഈ പട്ടത്തിനൊരു നൂലുണ്ടാവില്ലേ, അത് വിട്ട് കഴിയുന്ന സമയത്ത് വിചാരിക്കും ഭയങ്കരമായിട്ട് പറക്കാമെന്ന്, പക്ഷെ എവിടെയെങ്കിലും പോയിട്ട് വീഴും അല്ലേ. ഇതേപോലെയാണ് നമ്മുടെ ലൈഫും ഉണ്ടാവുക. അപ്പം എപ്പോഴും ഒരു കണക്ഷൻ എന്ത് വേണം, നമുക്ക് ഓരോരുത്തർക്കും വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകം എത്ര പേര് ഇവിടെ വായിച്ചിട്ടുണ്ട്? ഓക്കെ, വായിച്ചിട്ടില്ലാത്തവർക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു പുസ്തകമാണ്, പറ്റുന്നവരൊക്കെ വായിക്കാം. ഞാൻ ഭയങ്കര വായിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബുക്കാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഇഷ്ടമുള്ള പുസ്തകമാണ്. നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വരുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ആ പുസ്തകം ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് കിട്ടും. അപ്പോൾ ആ പുസ്തകത്തിലൊരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ആർക്കെങ്കിലും അറിയാം സ്റ്റോറി? ആൽക്കമിസ്റ്റ് സ്റ്റോറി അല്ല, ആ സ്റ്റോറിയിൽ തന്നെ വേറൊരു സ്റ്റോറി ഉണ്ട്, എണ്ണ കളയാതെ കൊട്ടാരം കണ്ട സ്റ്റോറി അല്ലേ. അതായത് ഒരു ഗുരു ഒരു കുട്ടിയോടാണെന്ന് തോന്നുന്നു, ഒരു വ്യക്തിനോട് പറയും, എന്താണ്, ഒരു കൊട്ടാരം കാണിച്ചിട്ട് ഈ കൊട്ടാരം മുഴുവൻ കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് പറയും. കൊട്ടാരം എക്സ്പ്ലോർ ചെയ്യാൻ പറയണം. നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന സ്ഥലം എക്സ്പ്ലോർ ചെയ്യാമെന്ന് അറിയില്ലേ, ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, എന്ത്, കയ്യിൽ എണ്ണ കൊടുത്തിട്ടുണ്ടാവും, ആ എണ്ണ കളയാതെ വേണം കാണാനെന്ന്. അപ്പം ആളെന്ത് ചെയ്തു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കൊട്ടാരം കംപ്ലീറ്റ് കണ്ടിട്ട് സമയമെടുത്ത് കണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കൊട്ടാരത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഭംഗിയും സംഗതികളൊക്കെ ഇങ്ങനെ ഗുരുവിനോട് പറയാണ്. ഇതൊക്കെ കേട്ട് ഗുരു ചോദിച്ചു, കയ്യിലുള്ള എണ്ണ അവിടെ പോയി? അപ്പോൾ എന്തായിട്ടുണ്ട്, എണ്ണ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ആൾ ഇത് കണ്ട് ആ ഒരു എന്താണ് മഞ്ഞളിപ്പിൽ ബാക്കിയെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഗുരു വീണ്ടും ആളെ പറഞ്ഞയച്ചു, പറഞ്ഞു എണ്ണ കളയാതെ എന്ത് ചെയ്യണം, കണ്ടിട്ട് തിരിച്ചു വരണം. അപ്പം ആള് ഒന്നുകൂടെ പോയി, ഇപ്പം പറഞ്ഞ സ്റ്റോറി അല്ല, ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ ആ കഥകളാണ് എനിക്ക് ഇനി വരുമ്പോൾ കിട്ടേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ആള് വീണ്ടും പോയി. തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചത്, എണ്ണ ഉണ്ട്, പക്ഷെ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ചില ആളുകളുണ്ടാവും വിശ്വാസത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഒന്നിലേക്കും ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ തന്നിട്ടുള്ളതാണ്. ഇവിടെയുള്ള ഭൂമിയിൽ എന്തൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗതികൾ ദൈവം പഠിച്ചിട്ടുണ്ടോ, മലകളാണെങ്കിലും കാടുകളാണെങ്കിലും കുന്നുകളാണെങ്കിലും അതൊക്കെ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. ഈ രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ചില ആളുകൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചിട്ട് പേടിച്ച് ജീവിക്കുന്നവരുണ്ടാവും. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയാക്കാൻ പറ്റില്ല, ഇങ്ങനെയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുറുകെ പിടിച്ചിട്ട് ഇങ്ങനെയായിരിക്കും അവരുടെ വിശ്വാസം ഉണ്ടാവുക. ഒന്നിലേക്ക് അവർ ഫ്ലെക്സിബിൾ ആയിരിക്കേ ഇല്ല. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവർക്ക് ലൈഫ് എന്ന് പറയുന്നത് എൻജോയ്മെൻ്റ് ആയിരിക്കില്ല. എന്നിട്ട് അവർ ഡയലോഗ് അടിക്കും, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണമല്ലേ, ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് പോയാൽ നമുക്ക് അവിടെ
സക്സസ് ഉണ്ടാവും. ശരിയാണ്, ഇവിടെ നമുക്കില്ലെങ്കിലും അവിടെ നമുക്ക് സക്സസ് ഉണ്ടാവും. ബട്ട് നമുക്ക് ഇവിടെയും അവിടെയും എന്നുള്ളത് ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാനാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത് എൻജോയ് ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് ശരിക്കും നഷ്ടമാണ് സംഭവിക്കുന്നത് അല്ലേ. എന്നാൽ മറ്റൊരു വിഭാഗം എന്താ ചെയ്യുന്നത്, ഈ കൊട്ടാരം കണ്ട പോലെ ഇവിടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്, ഒരു വിശ്വാസത്തെയോ എല്ലാത്തിനെയും എന്താ പറയുക തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും എന്താ ഉണ്ടാക്കുക, നഷ്ടത്തിലേക്കാണ് അവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് രണ്ടിനെയും ബാലൻസ് ചെയ്തിട്ട് എപ്പോഴാണോ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്താം. അപ്പം ഈ രീതിയിൽ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുക? രണ്ടിനെയും മുറുകെ പിടിച്ചിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും? ഓക്കെ, ഈ എവറിത്തിങ് ഹാപ്പൻസ് എന്ന് തുടങ്ങാം. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്നുള്ളത് നമ്മളെപ്പോഴും പറയുന്നൊരു കോട്ടാണ് അല്ലേ. പക്ഷേ ഇത് പലപ്പോഴും പണിയാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെയ്യേണ്ട ആക്ഷൻ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, എന്നിട്ട് പറഞ്ഞിരിക്കും എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. അപ്പോൾ അതെന്താ ഉണ്ടാക്കുക, പ്രശ്നങ്ങളും കൂടെ ഉണ്ടാക്കുന്നുള്ളതാണ്. എല്ലാം എൻ്റെ അടുത്ത് സമയത്തിന് വന്ന് ചേരും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പണിയെടുക്കാത്ത രീതിയിലേക്കും ആയി പോകുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യേണ്ട 50 ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് 100% നമ്മൾ ഓരോരുത്തരോടും ചോദിക്കേണ്ടത്. എൻ്റെ 100 ഞാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബാക്കി നിങ്ങളുടെ ക്രിയേറ്റർ നോക്കിക്കോളും. അപ്പം ആ ഒരു എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്നുള്ളത് നമ്മൾ നമ്മുടെ ലൈഫിൽ മുറുകെ പിടിക്കേണ്ട സംഗതിയാണ്. അവിടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ 3 കാര്യങ്ങളെയും നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ, ട്രഡീഷനും അപ്ഡേഷനും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ലൈഫിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുക. നമ്മൾ സെഷൻ എടുക്കുന്ന സമയത്ത് പറയാറുള്ള 3 കാര്യങ്ങളുണ്ട്. നമുക്ക് ഫിസിക്കൽ ബോഡി ഉണ്ട്, മെൻ്റൽ ബോഡി ഉണ്ട് ആൻഡ് സ്പിരിച്വൽ ബോഡി ഉണ്ട് അല്ലേ. അപ്പം ഫിസിക്കൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ആ ഫിസിക്കലി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാന്ന് പറയുന്നത്. നമ്മുടെ കരിയർ ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും നമ്മുടെ വീട് സംഗതികളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്, ഇതൊക്കെ ആ ഫിസിക്കൽ ബോഡി ഡയമെൻഷനിൽ വരുന്ന സംഗതികളാണ്. ഇത് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള, അത് നമുക്ക് വേണം. അപ്പം ഒരാൾക്ക് ഏറ്റവും നീഡായിട്ടുള്ള സംഗതി ഭക്ഷണമാണ് അല്ലേ. മൈൻഡ്ഫുൾനെസ്സിനേക്കാൾ അപ്പുറത്തേക്ക് അയാൾക്ക് ഭക്ഷണം കിട്ടിയാലേ അയാൾക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരാളോട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന അവർക്ക് പറ്റൂല അല്ലേ. അപ്പം ആദ്യം വേണ്ടത് നമ്മുടെ ഫിസിക്കൽ നീഡുകളാണ്. ഒന്നാമത്തെ നീഡ് ഫിസിക്കൽ നീഡാണ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത് നമ്മുടെ ഭക്ഷണവും വീട് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അതിൽ വരുന്നതാണ്. അപ്പം ആ കാര്യങ്ങൾ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ നമ്മുടെ ലൈഫിൽ ചെയ്യണം. അതിനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കണം എന്ന് പറയുന്നതും നമ്മുടെ കരിയർ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നതും നമുക്ക് ഡ്രീം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് ആ ഒരു ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, മെൻ്റൽ ഡയമെൻഷൻ. മെൻ്റൽ ഡയമെൻഷനിൽ വരുന്ന സംഗതികളാണ് നമ്മളുടെ സ്ട്രെസ്സ്, നമ്മളുടെ എന്താ പറയുക ആങ്സൈറ്റി, ഈ കാര്യങ്ങൾ നമ്മൾ മെൻ്റലി ഉള്ള നമ്മുടെ സ്ട്രെസ്സുകൾ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരോട് എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുക, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു മെൻ്റൽ ഡയമെൻഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിനെ നമ്മൾ ഫിസിക്കലി നമ്മൾ ഏതൊക്കെ നമ്മുടെ ബോഡിക്ക് ഒരു മുറിവ് വന്നാൽ എത്രത്തോളം നമ്മൾ അതിനെ കെയർ ചെയ്യുന്നോ അതിനേക്കാൾ ഒരു പടി മുകളിൽ നമ്മുടെ മൈൻഡിനുള്ള കെയർ നമ്മൾ കൊടുക്കണം. അപ്പം പലപ്പോഴും ഒരാൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകും. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മുടെ ക്യാഷോ ഒന്നും നമ്മൾ നോക്കില്ല, അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്ത ഉണ്ടാവുള്ളൂ. പക്ഷേ എത്ര പേര് നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾ ഉണക്കാൻ ഞാനിത് ചെയ്യണം എന്ന് ആലോചിക്കാറുണ്ട്. അതാർക്കോ വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന, പൈസ കിട്ടുമ്പോൾ ചെയ്യുന്ന, സപ്പോർട്ട് കിട്ടുമ്പോൾ ചെയ്യുന്ന എന്തോ ഒരു സംഗതിയായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിക്ക് കൊടുക്കുന്ന അതിനേക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട സംഗതിയാണ് നിങ്ങളുടെ മെൻ്റൽ ബോഡിക്കുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ മെൻ്റൽ ഡയമെൻഷനിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അതാണ് ഈ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഡയമെൻഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി 3ാമത്തെ ഡയമെൻഷൻ ഏതാണ്, സ്പിരിച്വൽ ഡയമെൻഷൻ ഇല്ലേ. അപ്പം ഈ 2 കാര്യങ്ങൾ കിട്ടിയ ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളും പലപ്പോഴും സൂയിസൈഡ് ചെയ്തതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അവിടെയാണ് സ്പിരിച്വൽ കണക്ഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ദൈവവുമായിട്ടുള്ള, നമ്മുടെ ക്രിയേച്ചറുമായിട്ടുള്ള കണക്ഷനാണത്. അപ്പം അതുകൂടെ ബാലൻസ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഈ 3 കാര്യങ്ങളും ഒരേ ലെവലിൽ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമാണ്. അല്ലാതെ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് എന്നുള്ളത് അവിടെ ഇല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ 3 കാര്യങ്ങളും വരുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്തണം. ഈ 3 കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മൈൻഡ്ഫുള്ളായി, നിങ്ങൾ മൈൻഡ്ഫുള്ളായി. പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൈൻഡ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ എന്തോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ശരിക്കും എന്തൊക്കെയോ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒന്നല്ല മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പണികൾ പോലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ കുളിക്കുന്നുണ്ട്. എത്ര പേര് 2-3 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കുളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പറയാം, ഞാൻ കുറേ ദിവസമായി കുളിച്ചൊക്കെ ക്ലിയറാ, ഇപ്പോൾ നാളെ മുതൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. അത് ഡെയിലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്കുമ്പോഴാണ് നമുക്ക് ആ മൈൻഡ്ഫുൾ എത്തുക. ഞാൻ കുറേ ചെയ്തിക്കേനും, പിന്നെ ഓക്കെ കുറച്ചൊക്കെ ക്ലിയറായി എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പിന്നെയും പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മൾ അത് ഇതേ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ കുളിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ അതൊരിക്കലും നമുക്കൊരു വലിയ പണിയായിട്ട് തോന്നാറുണ്ടോ, ഒരു ടാസ്ക് ചെയ്ത പോലെ തോന്നാറുണ്ടോ? അവിടെ ഒരു ഫ്ലോ ആണില്ലേ, ആ ഫ്ലോയിലേക്ക് ഈ കാര്യങ്ങളും എത്തണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ 3ാമത് വരുന്നതാണ് നമ്മൾ പറഞ്ഞ സ്പിരിച്വൽ കാര്യങ്ങൾ. ഈ സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ, ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അവിടെ സ്പിരിച്വൽ കണക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ദൈവവിശ്വാസമില്ലാത്ത ഒരാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല. അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ആ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുള്ള ബെസ്റ്റ് ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ. വേറെ ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ക്രിയേറ്ററുമായിട്ടുള്ള കണക്ഷൻ സെറ്റായിക്കോളും. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സമയമല്ല, എനിക്ക് ഫൊഗീനെസ് ചെയ്യാൻ സമയമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ടൈം ഇതിന് കൊടുക്കാൻ പറ്റുന്നില്ല, ഒക്കെ ആയിക്കോട്ടെ, ഒരു 5 കാര്യങ്ങൾ ഒന്ന് എഴുതി അല്ലെങ്കിൽ ഒന്ന് മനസ്സിരുത്തി പറഞ്ഞൊന്ന് ഫീൽ ചെയ്തൊന്ന് താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടിക്കോളും, ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ് ആണ്, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സമ്മാനമാണ് പീസ് എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുമ്പം അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വാക്ക് സമാധാനം, സമാധാനം, സമാധാനം എന്നാണ് അല്ലേ. അപ്പം ആ സ്വർഗത്തെ നമുക്ക് ഇവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ. ആ തരത്തിൽ എന്ത് ചെയ്യുക, ശ്രമിച്ച് നല്ല രീതിയിൽ മൈൻഡ്ഫുൾ ആയിക്കൊണ്ട് സക്സസ്ഫുൾ ആയിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.